ഇത് പ്രകൃതിയിലെ അത്യപൂർവമായ ഒരു കാഴ്ചയിലേക്ക് ഒരു എത്തിനോട്ടം. തീച്ചിറകൻ ചിത്രശലഭവും ഓണത്തുമ്പികളും തമ്മിലുള്ള ഒരു ഓണത്തല്ല്. തുമ്പികൾ ഒരു ചെറു പ്രാണികളെ ഭക്ഷിക്കുന്ന ജീവി. അതിന്റെ പോച്ചിൽ നിന്ന് പരിസരം നിരീക്ഷിക്കുന്നു. തീച്ചിറകൻ സാധാരണയായി തേൻ കുടിക്കുന്ന ചിത്രശലഭം. എന്നാൽ ഇന്ന് അതിന്റെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ട്. ഓണം വരവായി. ഹൃദയം നിറഞ്ഞ് പൂക്കളമൊരുക്കി സന്തോഷം പകർന്നു. തുമ്പികൾ ചിറകുകൾ ചിറകിലാക്കി ഓണത്തിന് പകിട്ടുകൂട്ടാൻ പറന്നു. കേരളത്തിൽ ഓണത്തുമ്പി എന്നറിയപ്പെടുന്ന കോമൺ പിക്ചർ വിങ് ഓണക്കാലത്താണ് കൂടുതൽ കാണപ്പെടുന്നത്. ഓണത്തുമ്പികളും ഓണപ്പൂക്കളവും ഈ സമയത്ത് കേരളത്തിൽ ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുന്നു. മഴ കഴിഞ്ഞുള്ള മാസങ്ങളിലാണ് തീച്ചിറകൻ കൂടുതലായി കാണപ്പെടുന്നത്. അധികം ഉയരത്തിൽ പറക്കാത്ത പൂമ്പാറ്റകളാണ് ഇവ. ശരീരത്തിൽ നിന്നും മഞ്ഞ നിറമുള്ള ദുർഗന്ധം നിറഞ്ഞ ദ്രാവകം പുറപ്പെടുവിക്കുന്നതിനാൽ പക്ഷികളും മറ്റും ഇവയെ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. പൂന്തേനാണ് ഇഷ്ട വിഭവം. കാട്ടുപൂവരശ്, മുരിക്ക്, പാഷൻ ഫ്രൂട്ട് എന്നിവയിലാണ് സാധാരണ മുട്ടയിടുന്നത്. പ്രകൃതിയുടെ നിലനിൽപ്പിന്റെ സൂക്ഷ്മ ജീവിതങ്ങൾ ലെൻസിലൂടെ. ഓണത്തുമ്പിയെ വെല്ലുവിളിക്കുന്ന കുഞ്ഞൻ പൂമ്പാറ്റ. സൗന്ദര്യത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രകൃതിയുടെ മാതൃക. വലിപ്പത്തിലോ ആയുർദൈർഘ്യത്തിലോ കരുത്തിലോ അല്ല കാര്യം. ശ്രമിക്കുക എന്നതു തന്നെ. ആരും ചെറുതല്ല. വീടിന്റെ പരിസരത്ത് രണ്ട് വ്യത്യസ്ത ജൈവ വ്യവസ്ഥകളിൽ നിന്നുള്ള ജീവികൾ തമ്മിൽ ഒരു അപൂർവമായ ഏറ്റുമുട്ടൽ. ഒരു തീച്ചിറകൻ, മറ്റൊന്ന് ഓണത്തുമ്പി. തീച്ചിറകൻ ചിത്രശലഭത്തിന് കാലിന്റെ സന്ധികളിലൂടെ ഒരു അതിരൂക്ഷ്മമായ രാസപദാർത്ഥം വിസർജിക്കാനുള്ള കഴിവുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ പക്ഷികളും തുമ്പികളും ഈ ചിത്രശലഭത്തിനെ ഭക്ഷിക്കാറില്ല. ഇത് യഥാർത്ഥ പോരാട്ടമാണോ? പക്ഷേ ടെറിട്ടോറിയൽ ബിഹേവിയർ എന്നത് ചിലപ്പോൾ വ്യത്യസ്ത സ്പീഷീസുകൾക്കിടയിലും പ്രകടമാകാം. അവർ ജീവൻ മാത്രമല്ല, ഓർമ്മയും കൈമാറിയിരുന്നു. തേൻ പാതകളുടെയും പ്രദേശാധികാര പോരാട്ടങ്ങളുടെയും സൂര്യപ്രകാശം തഴുകിയ പച്ചപ്പിന്റെ ശാന്തതയുടെയും സന്ധ്യയുടെ നിശബ്ദതയുടെയും ഓർമ്മ. അവരെ ചുറ്റിയ വായു ഇനിയും വിരിയാനിരിക്കുന്ന പുതിയ ചിറകുകളുടെ വാഗ്ദാനത്തോടെ തിളങ്ങുകയായിരുന്നു. അവശേഷിച്ചത് നിശബ്ദത മാത്രം. തുടർച്ചയുടെ ഭാരമേറ്റ ഒരു നിശബ്ദത. കാരണം പ്രകൃതിയിൽ ഏറ്റവും ചെറുതായും തോന്നുന്ന സമാഗമങ്ങൾ പോലും കാറ്റിൽ കഥകളെ കുറിക്കുന്നു. ശാശ്വതയുടെ നൂലിൽ നിമിഷങ്ങളെ തുന്നുന്നു.